ലോകത്തുള്ള മുഴുവൻ ആൾമാർക്ക് കരുണ കൊടുക്കുന്നുണ്ട് പരിപാടിക്ക്. ഇർഹമു മൻ ഫിൽ അർദ്, അതൊരു വിശാലമായ മനസ്സാണ്. എല്ലാവർക്കും നിങ്ങൾ റഹ്മത്താക്കൂ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. വെറുതെയും ഒരാൾ പിന്നൊരാളെ കൊന്നെങ്കിൽ ഇടീ മനുഷ്യന്മാരെ കൊന്ന പോലെ, ഒരുത്തരെ കൊന്നെങ്കിൽ ഇടീ ലോകത്തുള്ള കോടിക്കണക്കിൽ മനുഷ്യന്മാരെ കൊന്ന പോലെ. ഇതൊരു വിശാല മനസ്സാണ്. അഥവാ ഒരാള് ലോകത്തിനെ കാണ്ടെങ്കത്തെ ഉൾക്കൊള്ളുടെങ്കത്തെ വിശാല മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിക്ക് എല്ലാവർക്കും കരുണ കാട്ടുന്നുണ്ട് പരിപാടിക്ക്. അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ജീവനുള്ളെങ്കത്തെ ഏത് സാധനങ്ങളുണ്ടോ ജീവികളുണ്ടോ ಅದಕ್ಕೆ ನಾನು ಕರುಣೆ ಹಾಕಿಂಗ್ ನಕ್ಕು ಕೂಲಿ ಇಟ್ಟು ಪರಿಪಾಟಿ ನೇದಾವಾണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൗഹാർദ്ദത്തെ അതേ മയ്യാവലെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർ റഹ്മത്തുൽ മുഹദാത്ത് ചൊല്ലൊരു കിതാബ്, ഇത്ര വലിയ കിതാബ് തന്നെ ഒട്ടിയുണ്ട്. ഏത് റഹ്മത്തിന്റെ ಬಗ್ಗೆ മാത്രമാണ് അതിൽ ചൊന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണയുടെ ಬಗ್ಗೆ മാത്രം അതിൽ ചൊല്ലു. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൃഗത്തെ അറുക്കുമ്പോ വരെ കരുണ പരിപാടി. ഒരു മൃഗത്തെ അർക്കുന്നു, മൃഗമുള്ളത് അറുത്തിട്ട് തിന്നുകളല്ലേ ഹലാലായ മൃഗങ്ങൾ, അതിൽ അർക്കുമ്പോ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, നിങ്ങ ഫാസിനുൽ ഖിത്ല ചന്താക്കണു, ഒട്രാസി കൊല്ലണ്ട. അപ്പൊ നിങ്ങ മുറിക്കിടെങ്കത്തെ കത്തി ഉണ്ടല്ലേ, അത് നല്ല മൂർച്ച ഉള്ളെങ്കത്തെ കത്തിയാവണം. പെട്ടെന്ന് അറുത്തിട്ട് തീരണോ, അതിൽ കുറെ നേരം പിടിച്ചിട്ട് ഉരുട്ടവും തീറാ. രണ്ടാമതൊരു കോലി പെടക്കുമ്പോ അതിൽ പെടക്കവും വിടണു, ഒട്രാസി കൊമ്പായിട്ട് ബലിച്ചിട്ടിട്ടല്ല. അതുപോലെ എന്തെല്ലാം ഉണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഒരു ആടിനെ പാല് കറക്കുമ്പോ ആടിനെ അകിട് ശുദ്ധിയാക്കണു, കൈ ശുദ്ധിയാക്കണു, ഉಗುರಿക്കു തീറാ. ഈ ഉಗುರು ആടിനെ മുലക്ക് തറച്ചിട്ട് ಅದಕ್ಕೆ നൊമ്പലാവു തീരാണ്ട് വരെ പരിപാടി തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം അങ്ങനെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മൃഗത്തെ മുന്നോൽ പിന്നൊരു മൃഗത്തെ അറക്കണ്ടാണ്ടിലും അതെല്ലാം അതപ്പാണ്. ഇന്ന് ഞങ്ങൾ അങ്ങനെ ഇറക്കടല്ലേ, ഊഹി എത്ര ടൈമിലും അല്ലാത്ത ടൈമിലും എല്ലാത്ത റാസിട്ടിട്ട് ഇറക്കടാ. അതൊരു നേരായ വിഷയമല്ല. എന്തുകൊണ്ട് ഒരു മൃഗത്തെ അറുക്കുമ്പോ അതിനെ പിന്നൊന്ന് കാണണ്ടാണ്ട് പിടിപാട്ടിട്ട് അങ്ങനെ ആവടാ ഇങ്ങനെ ആവടാണ്ടല്ല ഞങ്ങൾ ന്യായം ചെല്ലുക. പക്ഷേ റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പിടിപാട്ടില്ല. ചൊന്തു ഒരു മൃഗത്തെ അറുക്കുമ്പോ അതിനെ ಬೇರೆമേ അറുക്കണു, അതിനെ ഇത് നോക്കിയിട്ട് പേടിക്കുകതീറാ, അതിനെ ഒട്ടറാസി വലിച്ചു പോകുതീറ. എന്തെല്ലാം പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ബാക്കിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, ഒരു പെണ്ണ് പൂച്ചയെ തടഞ്ഞു വെച്ചാല് ആ പൂച്ചക്ക് ഭക്ഷണം കൊടുത്തില്ല, അതിന് പൊട്ടില്ല, അത് തിന്നവും പോയില്ല, അതിന് തിന്നവും പൊട്ടില്ല, അവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അതുകൊണ്ട് ദഖലത്തിന്നാർ, അവൾ നരകത്ത് കിടന്നാൾ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി അർത്ഥയില്ല. ഒരു പൂച്ചയെ തടഞ്ഞു വെച്ചിട്ട് പൂച്ചയുടെ വിഷയ മനുഷ്യന്മാരുടെ വിഷയ പിന്നല്ലേ പൂച്ചയുടെ വിഷയാണ്. ഇസ്ലാം വാളുകൊണ്ടു പ്രചാരായിട്ടുണ്ടെങ്കിൽ താൽമാറുള്ളാറ് റാലി പോകുമ്പോ ഫ്ലാഗിൽ കടുകത്തെ പിടിച്ചുകൊണ്ട് പോയ ആൾമാരിന്നാറ്. ഒരാൾ ചൊന്തു മുസ്ലിമീങ്ങളെ റാലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അടിയിൽ കടുകത്തെ ഫോട്ടോ ഇതിനെ കണ്ടെങ്കിൽ മുസ്ലിം വിചാരിക്കുന്ന എന്തെങ്കിലും ഇത് മുസ്ലിമീങ്ങളെ ഭയങ്കര കടുകല്ലുണ്ട് കൊത്തു കൊണ്ടാറാകാട്ട്. മുസ്ലിമീങ്ങളെ ഫ്ലാഗിൽ എവിടെയെങ്കിലും കടുകമുണ്ടാ? ഇത് ഇന്നത്തെ വിവരമില്ലാത്തവരെ വെഡിങ് ഉണ്ടാക്കിയതാണ്. ഞാൻ ചൊന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ കണ്ടിട്ട് ആർക്കും പഠിക്കുക പോലെ ഒരു റാലി ഞങ്ങൾ പോയാണ്ടായെങ്കിൽ റാലി തുടങ്ങിയത് മുതൽ അവസാനം വരെ എന്തെല്ലാം തിണ്ടിട്ടിക്കിടാ, ആ തിണ്ടതെല്ലാം റോഡിലങ്ങ് പൂന്നിട്ടിക്കിട്. ഈ റാലി തീഞ്ഞൽ പിന്നെ അമുസ്ലിമായ ഒരാൾ വിചാരിക്കുന്ന ശുദ്ധിയില്ലാത്ത ജാത്തിങ്ങ, ക്ലീൻ ഇല്ലാത്ത ജാതി, പരിസരം മലിനാക്കുന്ന ആൾമാര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പരിപാടിയില്ല. അത്തൊഹൂറു ശത്രുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് ശുദ്ധി എന്ന് ലോകത്ത് പഠിപ്പാട്ടിയ ഒരേ ഒരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞങ്ങളെ കുറെ കാട്ടിക്കൂട്ടലിൽ ഞങ്ങൾ ഇസ്ലാമും മസിവലിഞ്ഞുകൊണ്ടുള്ള ഞങ്ങൾ വിചാരിക്കണേ ഇതേ ഇസ്ലാമുണ്ട്, ഞങ്ങളെ കണ്ടിട്ടല്ലേ വേറൊന്നും അങ്ങ് പഠിക്കുന്നില്ലേ? അങ്ങനെ ഒന്നില്ല. എല്ലാം വളരെ സംശുദ്ധമായിട്ട് ചന്തത്തിലാക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യമാവുന്നു. ഒരാളെയും തടഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ബ്ലോക്കുമാക്കിയില്ല, ഒരാളെയും ബുദ്ധിമുട്ടാക്കിയില്ല. ഒരു റാലിയുടെ പേരില യന്ത്രയുടെ പേരില ഒരു തടയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയില്ലല്ലേ. ഇത് റഹ്മത്തുല്ലിൽ ആലമീനല്ലേ, എറുമ്പ് വരെ റഹ്മത്താക്കിയ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ശഫത്താക്കണു, ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചേഞ്ച് ആക്കുവാട്ടോ സാധ്യമാവണം, ആക്കണു. ബാലക്കാർ മനസ്സിലാക്കണു, ഉമ്മമാർ മനസ്സിലാക്കണു, സഹോദരന്മാർ മനസ്സിലാക്കണു. ഞങ്ങൾ പക്ക ഇങ്ങനെ കൂടി നിൽക്കുമ്പോ
അപ്പുറത്ത് ഒരാൾമാർ ബാക്കിയായി ഇപ്പറ പറയുക അവളില്ലാൻ ചൊന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് തടയിട്ട് ഞാൻ എന്ത് ചൊന്നിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട ഭാരി ജാഗ്രത ആക്കണം. എനിക്ക് നക്ക് പെർമിഷൻ ഉണ്ടോ? ഓ 25 മിനിറ്റ് അങ്ങനെ തടഞ്ഞു വെക്കോ നക്ക് പെർമിഷൻ, പോലീസ് പെർമിഷൻ ആയിട്ടിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ അത് ഇഷ്ടാവല. എന്തുകൊണ്ടോ നാനൊന്ന് ഗാഡിയിൽ പോയി നോക്കണോ. അങ്ങനെ പോകുമ്പോ അപ്പുറത്ത് എന്തിനാ വന്നുകൊണ്ടുണ്ടോ 1 മിനിറ്റ് തടഞ്ഞത് എന്റെ ഞാൻ എത്ര സാപ്പഴിച്ചെനിക്ക് 1 മിനിറ്റ് നക്ക് തടഞ്ഞാറാണ് പോകായില്ല. നക്ക് നാണ് എല്ലാ പല്ല് നിറച്ചിട്ട് എനിക്ക് സാപ്പഴിച്ചത് എന്തേ കാക്കുക ആർക്കും ലോകത്തിന്റെ പുരുഷത്തില്ല. അപ്പൊ ഞാൻ ചൊല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു ഈ സത്യങ്ങളെല്ലാം തുറന്നു ചൊന്നെങ്കിൽ അത് എന്തെല്ലാം ആയിപ്പോവും. ഇതാണ് സത്യം ചൊന്നില്ലേ. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ. ചിലപ്പോ കൈപ്പായിട്ടിക്കു സത്യം ചൊല്ലണാവുള്ളൂ. നേരാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദീനിൽ അങ്ങനെയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും നൊമ്പലാക്കിയിട്ടില്ല, ഒരാളെയും മുപ്പതലാക്കിയിട്ടില്ല, ഒരാൾക്കും മുപ്പതലാക്കുകയില്ല. ഒരു പൂച്ചരെ തടഞ്ഞു വെച്ചത് കൊണ്ട് അവൾക്ക് നരകം വന്ന് ചൊന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഒരു വേശ്യപ്പെണ്ണ്, വ്യഭിചാരി പെണ്ണ് റോഡിൽ നടന്നു പോയോണ്ടിരിക്കുമ്പോ നായി താകായിട്ട് കുടിക്കുക തണ്ണിയില്ല. അവൾ എന്താക്കിയ ആൾ കൊണ്ടുള്ള അവളുടെ സൂടെ കിണത്ത് കിട്ടിട്ട് അതിലൂടെ തണ്ണി എടുത്തിട്ട് നായിക്ക് കുടിപ്പാട്ടിയാള്. അതുകൊണ്ട് ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കൊണ്ട ആള്, അവളുടെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു നായി അങ്ങ് ചാവുക്ക് പോകുന്നതുകൊണ്ട് വിചാരിക്കാം എന്തിരെ ഗാഡി കുത്തിയിട്ട് റോഡിൽ ചാവുക്ക് പോകുന്നതിപ്പ അതിക്ക് തണ്ണീര് അകറ്റിയോണ്ടു. ഓ അവിടെയൊക്കെ മുസ്ലിമായ ആള് ഞാൻ പോകുമ്പോ നായിരെ തൊട്ടെങ്കിൽ 7 വട്ട കൽഗുണല്ലേ, അതുകൊണ്ട് തൊടവ് തീരല്ലേ എന്നുള്ള മസാല അവിടെ ഉണ്ടാ. കൽഗുണവും അത് വേറെ വിഷയ. പക്ഷെ നായിയുടെ അവിടെ സംരക്ഷണാക്കുന്ന എന്റെ ഗുണാണത്, നന്റെ കർത്തവ്യാണ്, കട്ടായാണ്. എന്തേ നായിക തണ്ണി കൊടുത്തത് കൊണ്ട് സ്വർഗത്തിന് പോകാവുള്ളൂ. ആര് പഠിപ്പാട്ടിത്ത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരൻ, ഇതാണ് ഒരാൾ പഠിക്കുന്നത്.